താങ്കളുടെ വിമർശകർ പറയുന്നത് കഴിഞ്ഞ തവണ ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തെത്തിയതിന് ഒരു പ്രധാന കാരണം ഒ രാജഗോപാലായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം പൊതുവെ നിഷ്പക്ഷമതിയുടെ എല്ലാ വോട്ട് നേടിയ ഒരാളാണ്. മറിച്ച് താങ്കൾ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടിൻ്റെ ആളായതുകൊണ്ട് ആ രീതിയിൽ വോട്ട് കിട്ടില്ല എന്നാണ്. ഇതിനുള്ള മറുപടി എന്താണ്? ഞാൻ തീവ്ര ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മറ്റ് മതസ്ഥർക്ക് ഞാൻ വിരുദ്ധനാണ്, എതിരെ ആയിട്ടുള്ള ഒരാളാണ് എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അവർ എന്തെങ്കിലും ഒരു ഉദാഹരണം കാണിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ, ഇവിടുത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, ഇവരൊക്കെ ആയിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ വർഷക്കാലത്തെ നീണ്ട ബന്ധമാണ്, സുദൃഢമായ ബന്ധമാണ്. ഒരിക്കലും മതവിദ്വേഷം ജനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്നും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വളരെയേറെ പാടുപെട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളോ മുസ്ലിം സഹോദരങ്ങളോ ഞാൻ അവർക്ക് വിരുദ്ധരാണ്, ശത്രുവാണ് എന്ന് പറയില്ല. അവരുടെയൊക്കെ ബന്ധുവാണ്. എപ്പോഴും ആ സൗഹാർദ്ദം നിലനിർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർ സഹോദരതുല്യം എന്നെ സ്നേഹിക്കാറുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു മതസ്ഥർ പറയട്ടെ, ഞാൻ അവരുടെ മതത്തിന് വിരുദ്ധരാണ്. രാഷ്ട്രീയക്കാർ പറയുന്ന പോട്ടെ, CPM-ഉം കോൺഗ്രസും ഒക്കെ പറയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ്, സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ്. അവർ പറയട്ടെ, ഏതെങ്കിലും ഒരു മതസ്ഥർ പറയട്ടെ. അങ്ങനെ പറയാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവരാരെങ്കിലും ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ചൂണ്ടിക്കാണിക്കട്ടെ.